ഹലോ ലോയിത്തെ, വെൽക്കം ടു ഡോയിഷ് വിത്ത് മീ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഗുലാർ വേർബ്സ്. കഴിഞ്ഞ വീഡിയോയിൽ റെഗുലാർ വേർബ്സ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ കുറച്ച് പോർഷനുണ്ട്, അതും ഇറഗുലാർ വേർബ്സുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റെഗുലാർ വേർബ്സിൻ്റെ വേർബ് സ്റ്റെം എങ്ങനെയാണ് വരുന്നത്, എൻഡിങ് എങ്ങനെയാണ് വരുന്നത്, കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ എന്നൊക്കെ നോക്കി. അപ്പം അത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ കേസസ് ഉണ്ട്. അതായത് സ്റ്റെം ഓഫ് ദ വെർബ് എസ്, എസെറ്റ് ഓർ സെഡ് ആണ് ഈ പറയുന്ന ലെറ്റേഴ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വെർബുകൾ ഡു ഫോമിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പോൾ എസ് ടി ആഡ് ചെയ്യത്തില്ല, വെറും ടി മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. എക്സ്ട്രാ എസ് ടി ആഡ് ചെയ്യത്തില്ല, കാരണം അത് ഓൾറെഡി എസ്സിലായിരിക്കും എൻഡ് ചെയ്യുന്ന. വെർബ് സ്റ്റെം എസ്സിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ എസ് ടി ആഡ് ചെയ്യത്തില്ല, ടി മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ടാൻസ് എന്നുള്ള വെർബിൻ്റെ വെർബ് സ്റ്റെമ്മിൻ്റെ എൻഡിങ്ങിൽ വരുന്ന എന്താ, സെഡ് ആണ്. ഓക്കെ, ടാൻസിൻ്റെ കോഞ്ചുഗേഷൻ നമുക്ക് നോക്കാം. ഇഷ് ടാൻസെ, എൻഡിങ് ഈ തന്നെ. ദോ ടാൻസ്റ്റ്, അവിടെ എക്സ്ട്രാ എസ് ടി ഇല്ല, ടി മാത്രമേ ഉള്ളൂ. എർസിയസിൻ്റെ കേസിലും സെയിം. എർസിയസിൻ്റെ കേസിൽ ടി മാത്രമേ ഉള്ളൂ. എർസിയസ് ടാൻസ്റ്റ്, വിയർ ടാൻസൻ, ഇൻഫിനിറ്റീവ് ഫോം, ഇയർ ടാൻസ്റ്റ്, സി ടാൻസൻ. ഇതിൽ കോഞ്ചുഗേഷൻ വ്യത്യാസമുള്ളത്, അതായത് വെർബ് എൻഡിങ് വ്യത്യാസമുള്ളത് ദു ഫോമിൽ മാത്രമാണ്, അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു സ്പെഷ്യൽ കേസ് വരുന്നത് സ്റ്റെം ഓഫ് ദ വെർബ് ഡി അല്ലെങ്കിൽ ടിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത്തരം വെർബ്സ് ഡു ഫോമിൽ കോഞ്ചുഗേറ്റ് ചെയ്യുമ്പം വെർബ് എൻഡിങ് എസ് ടി ആയിരിക്കുമല്ലോ സാധാരണയായിട്ട്, അത് മാറി ഈ അവിടെ ആഡ് ചെയ്യും, ഈ എസ് ടി എന്നാവും. അതുപോലെ തന്നെ ഇയർ, അതേപോലെ എസ് സി എസ് ഫോം വരുമ്പം ടിയിലാണല്ലോ വെർബ് എൻഡിങ് വരുന്നത്, അത് ഈ ടി ആവും. ഓക്കെ, എക്സാമ്പിളായിട്ട് ആർബൈറ്റൻ എന്നുള്ള വെർബ് നോക്കാം. ആർബൈറ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു വർക്ക്. അപ്പം ആർബൈറ്റൻ എന്നുള്ള വെർബിൻ്റെ വെർബ് സ്റ്റെം എൻഡ് ചെയ്യുന്നത് ടിയിലാണ്, എൻഡിങ് ഇ എൻ ആണ്. ഇനി കോഞ്ചുഗേഷൻ നോക്കൂ. ഇഷ് ആർബൈറ്റെ, ആർബൈറ്റ് കഴിഞ്ഞിട്ട് ഇയിൽ അവസാനിക്കുന്നു. അതുപോലെ തന്നെ ദൂ നോക്കൂ. ദൂ വരുമ്പം ആർബൈറ്റെസ്റ്റ്, അതായത് ടി കഴിഞ്ഞിട്ട് ഇ എസ് ടി ആഡ് ചെയ്തു. അതേപോലെ എർസിയസിൻ്റെ കേസ് വരുമ്പം ആർബൈറ്ററ്റ്, അത് ആർബൈറ്റ് കഴിഞ്ഞിട്ട് ഈ ടിയിലാണ് അവസാനിക്കുന്നത്. വിയർ ആർബൈറ്റൻ, ഇയറും എർസിയസ് പോലെ തന്നെ ആർബൈറ്ററ്റ്, ഈ ടിയിലാണ് അവസാനിക്കുന്നത്. അതുപോലെ സി ആർബൈറ്റൻ, ഇൻഫിനിറ്റീവ് ഫോം, ചേഞ്ച് ഒന്നുമില്ല. ഇത്രയാണ് റെഗുലാർ വേർബ്സിനെ പറ്റി പറയാനുള്ളത്. അതിൻ്റെ വെർബിൻ്റെ കോഞ്ചുഗേഷൻ നോക്കി, വെർബിൻ്റെ എൻഡിങ്ങിലുള്ള വ്യത്യാസം നോക്കി, സ്പെഷ്യൽ കേസസ് നോക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇറഗുലാർ വേർബ്സ്. ഇറഗുലാർ വേർബ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറഗുലാർ വേർബ്സിൻ്റെ എൻഡിങ് റെഗുലാർ വേർബ്സിൻ്റെ പോലെ തന്നെയായിരിക്കും, കോഞ്ചുഗേഷൻ വരുമ്പോൾ ഉള്ള എൻഡിങ്. ബട്ട് സ്റ്റെം ഓഫ് ദ വെർബിൽ, അതായത് ദു ഫോമിലും എർസിയസ് ഫോമിലും ചേഞ്ചസ് ഉണ്ടാവും. ഇറഗുലാർ വേർബ്സിൻ്റെ കാര്യത്തിൽ വെർബ് സ്റ്റെമ്മിൽ ചേഞ്ച് വരുന്നത്, ചേഞ്ച് വരുന്നത് മെയിനായിട്ടും അത് വൊവൽസിലായിരിക്കും. അതായത് വെർബ് സ്റ്റെമ്മിലുള്ള വൊവൽസിലാണ് ചേഞ്ച് വരുന്നത്. വൊക്കാൽ വെക്സലിനാണ് അവിടെ ഉണ്ടാകുന്നത്. വൊക്കാൽ വെക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൊവൽ ചേഞ്ച്. ഈ വൊക്കാൽ വെക്സൽ ഉണ്ടാകുന്നത്, അതായത് വൊവൽ ചേഞ്ച് ഉണ്ടാകുന്ന ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇ, അതായത് ജർമ്മൻ ലെറ്റർ ഇ എ ഐ ആവും, അതായത് ഐ എന്നാവും. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. വിസൻ എന്നുള്ള വെർബ്, വിസൻ്റെ മീനിങ് ടു നോ എന്നാണ്. അപ്പം വിസൻ എന്നുള്ള വെർബ് കോഞ്ചുഗേഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, ഈ വിസൻ എന്നുള്ള വെർബിൻ്റെ കോഞ്ചുഗേഷൻ നോക്കൂ. വിസൻ എന്നുള്ള വെർബിൻ്റെ കോഞ്ചുഗേഷൻ വരുമ്പം ഇഷ് വൈസ്. ഇതിൽ ഇഷിൻ്റെ കേസിലും ചെറിയൊരു ചേഞ്ച് ഉണ്ട്, വൈസ് തന്നെയാണ്, അതായത് ഐ ആവുന്നുണ്ട്. ഇനി ദു വൈസ്റ്റ്, ജർമ്മൻ ലെറ്റർ ഇ, അത് ഐ, വിസൻ എന്നുള്ളതിൻ്റെ ഐ, അതായത് ഐ. ദു വൈസ്റ്റ്. എർസിയസിൻ്റെ കേസിലും സെയിം വൈസ്റ്റ്, കാരണം ഇത് ഡോഫ്ലെസ് ആണ്, അതിന് എക്സ്ട്രാ എസ് ടി ആഡ് ചെയ്യില്ല എന്ന് നമ്മൾ പറഞ്ഞു. വിയറിൻ്റെ കാര്യത്തിൽ വിസൻ തന്നെ, ഇയർ വരുമ്പോഴും വിസ്റ്റ്,
ചേഞ്ചസ് ഒന്നുമില്ല. അതായത് വെർബ് സ്റ്റെമ്മിൽ ചേഞ്ച് വരുന്നില്ല. വെർബ് എൻഡിങ് ടി തന്നെയാണ്. CC വരുമ്പോൾ വിസൻ. ഈ വെർബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷിലും വൈസാണ്. അതായത് വൈസേ എന്നൊന്നുമില്ല. അതായത് ആഡ് ചെയ്യുന്നില്ല. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇനി വോവൽ ചേഞ്ച് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് ജർമ്മൻ ലെറ്റർ എ എന്നുള്ളത് ആവും. അതായത് ഇംഗ്ലീഷിലെ എന്ന ലെറ്റർ ആയിട്ട് മാറും. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. SN എന്നുള്ള വെർബ്. SN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഈറ്റ്. കോൺജുഗേഷൻ നോക്കൂ. ഇഷ് എസ്സേ, ഇഷ് എസ്സേ. ദു ഈസ്റ്റ്. അതായത് സ്റ്റെമ്മിലുള്ള അതായത് വെർബ് സ്റ്റെമ്മിലുള്ള എന്നുള്ളത്, അതായത് ജർമ്മൻ ലെറ്റർ എ അത് ആയി മാറി. ഇനി എർസിയസിൻ്റെ കേസ് വരുമ്പോഴും സെയിം ഈസ്റ്റ്. ആയിട്ട് മാറി. വിയർ SN, ഇയർ എസ്റ്റായി. CC SN തന്നെ ഇൻഫിനിറ്റീവ് ഫോം. അപ്പം രണ്ടാമത്തെ കേസ് ജർമ്മൻ ലെറ്റർ ജർമ്മൻ ലെറ്റർ ആവും. അതായത് ഇംഗ്ലീഷിൽ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് കേസ്, മൂന്നാമത്തെ കേസ് വരുന്നത് ജർമ്മൻ ലെറ്റർ എ ആവുന്നു. ഒരു എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിളായിട്ടുള്ള വെർബ് സേയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സീ എന്നുള്ള മീനിങ്. കോൺജുഗേഷൻ വരുമ്പം ഇഷ് സേയെ ചേഞ്ച് ഇല്ല. ദു സീക്സ്റ്റ്. വെർബ് എൻഡിങ്ങിന് ചേഞ്ച് ഇല്ല. ST തന്നെയാണ്. പക്ഷേ സ്റ്റെമ്മിൽ എന്നുള്ളത് മാറി ആയത്. സീക്സ്റ്റ്. ഇനി RCSൻ്റെ കേസ് വരുമ്പോൾ സീഹ്റ്റ്. വെർബ് എൻഡിങ് ടി തന്നെയാണ്. പക്ഷെ സ്റ്റെമ്മിൽ എന്നുള്ളത് ആയി. വിയർ സേയൻ സെയിം ഇൻഫിനിറ്റീവ് ഫോം. ഇയർ സേഹ്റ്റ് ചേഞ്ച് ഇല്ല. CC സേയൻ. ഇനി നാലാമത്തെ കേസ് വരുന്നത് ഉംലൗട്ടായിട്ട് മാറുവാണ്. എന്നുള്ള വോവൽ ഉംലൗട്ടായിട്ട് മാറുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിളായിട്ടുള്ള വെർബ് ഫാറൻ എന്ന് വെച്ചാൽ ടു ഡ്രൈവ്. അപ്പം കോൺജുഗേഷൻ നോക്കൂ. ഇഷ് ഫാറെ ദു ഫേർസ്റ്റ്. വന്നിട്ട് ഉംലൗട്ടായിട്ട് മാറി. വെർബ് എൻഡിങ്ങിൽ ചേഞ്ച് ഇല്ല. വെർബ് സ്റ്റെമ്മിലാണ് ചേഞ്ച് വരുന്നത്. RCSൽ ഫേർട്ട്. വിയർ ഫാറൻ, ഇയർ ഫാർട്ട്. CC ഫാറൻ. വോവൽ ചേഞ്ചിൽ അഞ്ചാമത്തെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉംലൗട്ട് ആവുന്നു. അതായത് ഒയ് ആവുന്നു. എക്സാമ്പിൾ നോക്കൂ. ലൗഫൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റൺ. കോൺജുഗേഷൻ നോക്കാം. ഇഷ് ലൗഫെ ദു ലോയ്ഫ്സ്റ്റ്. എന്നുള്ളത് ഒയ് ആയി മാറി. ഇനി CS ലോയ്ഫ്റ്റ്. വിയർ ലൗഫൻ, ഇയർ ലൗഫ്റ്റ്. CC ലൗഫൻ. ഇനി കുറച്ച് ഇറഗുലർ വെർബ്സ് നോക്കാം. ഫസ്റ്റ് വൺ സ്പ്രെഹൻ എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്, സംസാരിക്കുക. ട്രെഫൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു മീറ്റ്, കാണുക. അതായത് മീറ്റ് ചെയ്യത്തില്ലേ അതിനെ. ഹെൽഫൻ ടു ഹെൽപ്പ്. ഗേവൻ ടു ഗിവ്, കൊടുക്കുക. ഫെർഗീസൺ ടു ഫോർഗെറ്റ്, മറക്കുക. സ്റ്റേബൻ ടു ഡൈ, മരിക്കുക. നെയ്മൻ ടു ടേക്ക്, എന്തെങ്കിലും എടുക്കുക എന്നുള്ള മീനിങ്. അതുപോലെ ലേസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റീഡ്, വായിക്കുക. നെക്സ്റ്റ് സ്റ്റേലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സ്റ്റീൽ സംതിങ്, മോഷ്ടിക്കുക എന്നുള്ള മീനിങ്. പിന്നെ ഷ്ലാഫൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സ്ലീപ്പ്. ഫാളൻ ടു ഫാൾ. വാഷൻ ടു വാഷ്. വാക്സൻ ടു ഗ്രോ. ഇത് രണ്ടും മാറിപ്പോരുത് കേട്ടോ, വാഷനും വാക്സനും. ഇനി ഹാൾട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹോൾഡ്. ഷ്ലാഗൻ ടു ബീറ്റ്, അടിക്കുക. ട്രാഗൻ ടു ക്യാരി.
ഈ ഇറഗുലർ വേർബ്സ് ഒക്കെ കോഞ്ചുഗേറ്റ് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഇറഗുലർ വേർബ്സ് മറ്റേ റെഗുലർ വേർബ്സ് പോലെ നമുക്ക് ഓർത്തിരിക്കത്തില്ല. കാരണം ഓരോന്നിനും ഓരോ രീതിയാണ്. ഇപ്പം വവൽ വെക്സലും പഠിച്ചപ്പോൾ നമ്മൾ, അതായത് വവൽ ചേഞ്ച് പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഓരോന്നിനും ഓരോ ചേഞ്ചാണ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കാതെ വേറെ രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വെർബ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം വെർബ് എഴുതുന്നത്. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതരുത്. അതെവിടെ എഴുതിയാലും സ്മോൾ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. വെർബ് എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കും. നോമൻ, അതായത് നൗൺ ആണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, അടുത്തൊരു ഗ്രാമർ പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ചൂസ്.